മണത്തറ ഇടാ മണത്തറ അടിച്ചിടവനെ മണത്തറ ഇനി ആരുണ്ടാ ഇനി ഞാനുണ്ടാ പാമ്പനിന്റെ അപ്പൻ ചാവാതെ പോ പാമ്പേ. നിന്നെ മലത്തി അടിക്കാതെ പാമ്പ് മാളത്തിക്കുന്ന പ്രശ്നമില്ലടാ. അയ്യോ എടാ മുറിക്കല ശ്വാസം മുട്ടുന്നു. നീന്ത നെല്ലൂത്തേ ആരാണ് ഇവനെ അടിച്ച്? ദേവി അലമ്പുണ്ടാക്കരുത്. അലമ്പുണ്ടാക്കണോ? എന്റെ പിള്ളേരെത്തിൽ ഞാൻ അലമ്പുണ്ടാക്കും. ഹലോ ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ നടന്ന ട്രഷർ ഷണ്ടിങ്ങിലെ എന്ത് ഇണ്ടിങ് ആയാലും അതിൽ ജയിച്ച എന്റെ പിള്ളേരാ. എന്നിട്ട് അവരെ പിടിച്ച് പഞ്ഞിക്കിട്ട് സമ്മാനം കൊണ്ടുപോയ സൗദിയിലെ സബാട്ടി മോനെ വാട പാലും വെള്ളം വാച്ചോടാ. മൈക്കെ പിടിക്കരുത്, എന്റെ മൈക്കെ പിടിക്കരുത്. ഔളിങ് വരും. വേണ്ട ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ചുറ്റിനും പോലീസാ. പുതിയ CI നിന്നെ പൊക്കൂന്ന് പറഞ്ഞിരിക്കാ. വേറെ സ്ഥലം വിട്ടു. അയ്യോ സാർ, ഞാൻ ചെറിയൊരു ഉപദേശ സബാട്ടിക്ക് കൊടുത്തിട്ട് വേഗം പൊയ്ക്കോളാം. പോണേ. പോക്കും തോറ്റതിന്റെ കലിപ്പ് നീ എന്റെ പിള്ളേരുടെ നെഞ്ചത്ത് തീർത്തല്ലേ? പോലീസിന്റെ നടുവിലായ നിന്റെ ഭാഗ്യം. പോലീസ് ഇല്ലായിരുന്നെങ്കിൽ നീ എന്താ ഓലത്തോ? ഇല്ല, നിന്നെ ഞാൻ മലത്തും. എങ്കിൽ പോലീസ് ഇല്ലാത്ത ഏരിയയിലേക്ക് ഞാൻ വരടാ. നീ വിളിക്ക്. അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കുട്ട. എന്താണ് ഇത്? ഗുസ്തി അനുഗ്രഹിക്കണം. ജയിച്ചു ജയിച്ചു. താൻ നടന്നതൊക്കെ വിശദമായിട്ടൊന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. ഹലോ ഹലോ. സോ താൻ കാറിൽ ഇരിക്കുമ്പോ അയാൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അതെ സാർ. നിർത്താതെ തുടർച്ചയായി? അതെ സാർ. ഉദ്ദേശം എത്ര സമയം സംസാരിച്ചു കാണും? ഒരു 20 മിനിറ്റോളം. സ്റ്റെപ്സ് ഇറങ്ങി കാർ പാർക്കിലേക്ക് വന്ന പെൺകുട്ടിയുടെ മൊബൈൽ കട്ടായി.
അവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നാ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഫോണിനും റേഞ്ച് ഇല്ലായിരുന്നു. ഇയാൾ പുറത്ത് വന്നാണ് സുഗതന് ഫോൺ ചെയ്തത്, റൈറ്റ്? അതെ സാർ. പക്ഷെ ആ ചെറുപ്പക്കാരൻ 20 മിനിറ്റ് തുടർച്ചയായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സോ ആ സെല്ലാർ കാർ പാർക്കിൽ നെറ്റ്വർക്കുള്ള സെൽഫ് സർവീസ് പ്രൊവൈഡർ ഏതാണെന്ന് കണ്ടെത്തണം. ആ കമ്പനി ഏതാണെന്ന് കണ്ടെത്തിയാൽ ആ മാൾ ഇരിക്കുന്ന ഏരിയയിലെ ടവറിൽ നിന്ന് നിർത്താതെ 20 മിനിറ്റ് ഔട്ട് ഗോയിങ് കോൾ നടത്തിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്താം. ആളെ ഐഡന്റിഫൈ ചെയ്യാം. അവന്റെ കോൾ റിസീവ് ചെയ്ത ആളെ അങ്ങ് പൊക്ക്. കിഷോർ, യു ഹാവ് 20 മിനിറ്റ്സ് ടു ഡു ഓൾ ദിസ്. സർ. സർ, കമ്മീഷണർ ലൈനിലുണ്ട്. നേരത്തെ കട്ടാക്കിയതുകൊണ്ട് തിരിച്ചു വിളിച്ചാ. ചന്ദ്രശേഖർ ഹിയർ? നത്തിങ് സൂസൻ. കോളിംഗ് യു വാസ് എ മിസ്റ്റേക്ക്. ഇതാണ് സർ 10 വർഷം മുമ്പുള്ള ചന്ദ്രശേഖർ. Sir, these are the call lists and photographs. Jerome Jacob alias Jerry, residing at 3A Cloud9 Chembumuk. ഇത് തന്നെയല്ലേ ആള്? അതെ സാർ. അതെ സർ, ഇത് തന്നെയാണ്. സർ, ജെറോം അവന്റെ അമ്മയോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ. സർ, പറഞ്ഞു കേട്ടിടത്തോളം അവനത്ര നോർമൽ അല്ല. മരുന്നും പുകയുടെയൊക്കെ ഉണ്ട്. പിന്നെ അമ്മയോടുള്ള ഒരുതരം വല്ലാത്ത അടുപ്പവും. എക്സൈറ്റഡ് ആയാൽ ഇവരോട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പ്ലീസ്. സംഭവം നടന്ന ശേഷം ജെറോം നിങ്ങളെ വിളിച്ചിട്ടില്ലേ? ഇല്ല സർ, അവന്റെ സെൽ ഓഫാണ്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ. സർ, സെൽഫോൺ ഓഫ് ആകുന്നത് പണങ്കാവിലെ ടവർ നമ്പർ 2618 വെച്ചാണ്. അവിടെ നിന്ന് 5 കിലോമീറ്റർ മാറി ഇവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആൾവാസമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട കെട്ടിടം. That's it. That's the place. അങ്ങോട്ട് പോട്ടെ സർ. നോ ഫോഴ്സുമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ റിസ്കിയാണ്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഈ പെൺകുട്ടിയുടെ 2 ഫ്രണ്ട്സും മിസ്സിംഗ് ആണല്ലേ? അതെ സർ. ഇഫ് ഐ ഗസ് റൈറ്റ്, അവരെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇവനാണ്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് 3 ലൈഫ്സ്. ചാൻസ് എടുക്കാൻ പറ്റില്ല. വേണ്ടതൊരു സെമി കമാൻഡോ ഓപ്പറേഷനാണ്. ഐ മീൻ വൺ മാൻ കൈൻഡ് ഓഫ് തിങ്. കുറെ നാളായി ഔട്ട് ഓഫ് ടച്ച് ആണ്. വർഷം കഴിയും തോറും വീഞ്ഞിന് വീര്യം കൂടും. ശരിക്കും? അതെ സർ. Hi, baby. Sweetheart. How are you feeling now? You frightened, honey? പേടിക്കണ്ട. ഇതൊരു പ്രായച്ചിത്തമായിട്ട് കൂട്ടിയാൽ മതി. ജെറോമിനെ ഹേർട്ട് ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും. It's a crucifixion. പക്ഷെ 3-ാം നാൾ നീ ഉയർത്തെഴുന്നേൽക്കും ഒരു മാലാഖയായി. My holy angel!
റിലാക്സ് റിലാക്സ്. Please, no, please, please. Okay, it's all right. It's all right. You're safe. You're safe, okay? I'm from the police. Okay? Okay. You relax. So my friends are also there. Huh. In that room. Come. ഇത്രയും പൊക്കത്തിൽ കയറി വരാൻ ഏത് പരുന്തും കാലത്ത് തൂങ്ങിയാടാ നീ? അതോ ലുട്ടാപ്പിയുടെ കുന്തത്തെ കയറി നീ ലിഫ്റ്റ് അടിച്ചോ? ഒന്നുമല്ലല്ലോ, എത്രയോ കാട്ടുപന്നീനെ കാട്ടുപോത്തിനെ വെടിവെച്ച് വീഴ്ത്തിയതാ എൻ്റെ അപ്പൻ. ആ അപ്പൻ്റെ മോൻ്റെ അടുത്താ നിന്റെ കബഡി കളി, വൃത്തികെട്ട ഭൃങ്കമേ. സാബോളിയോ? ആ അളിയാ, ഈ തൈപ്പറമ്പി മോളിക്കുട്ടി എന്നാ പറയുന്നത്? അത് നിറവയറോടെ തുള്ളിച്ചാടി നടക്കുകയാണോ? അല്ല സനിജ, പേടിക്കാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ലെന്നോ? പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാതെ. എന്നാ സനിജ, ഞങ്ങള് മോളി ചേച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വന്നതാ. ചേച്ചിക്ക് ചെറിയൊരു പെയിൻ പോലെ. ആണോടാ? അവൾ ഇന്ന് തന്നെ എന്നെ അപ്പനാക്കോ? അതെന്താ ഇത്ര പെട്ടെന്ന്? ഡോക്ടർ പറഞ്ഞല്ലോ 10 ദിവസം കൂടെ ആവുന്ന ഡേറ്റ് ആകാൻ. ഡെലിവറിയുടെ പെയിൻ ആണോന്നും അറിയത്തില്ല. ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞാലേ എന്താന്ന് പറയാൻ പറ്റൂ. സണ്ണിച്ചൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാനും അമ്മച്ചിയും സണ്ണിച്ചന്റെ അമ്മയും എല്ലാം ഇവിടെ ഉണ്ട്. എടാ കരച്ചിലാണോടാ അവള്? ഇടക്കിടക്ക്. നീ ഒരു കാര്യം ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ ഒരു 10 മിനിറ്റ് ഇവിടെ തിരിക്കാം. സണ്ണിച്ചൻ പറഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല. ഡെലിവറി ഉണ്ടേ പോന്നാ പോരെ? ഇല്ല, ഞാൻ അടുത്തുണ്ടായാലേ അവക്കൊരു ബലമാടാ. അത് ശരിയാ. ചേച്ചിനെ ഡീൽ ചെയ്യാൻ സണ്ണിച്ചാനുള്ളത് നല്ലത്. എന്നാ വെക്കട്ടെ. ശരി. ഓക്കെ. Hi, George. Hey man, my wife just got admitted for delivery, so I'm off to Calicut. Oh, that's great. How's Molly doing? I think she's fine. Anyways, my folks are there. Acha, listen, Veerappa is leaving to Calicut with some stones. Do you want to join him? Oh, really? Then I'll travel with him. You're sure, Sunny, or should I arrange another alternative? No. That's absolutely fine. ഒന്നുമില്ലല്ലോ, നമ്മുടെ വീരപ്പനല്ലേ? Sorry, what? Nothing. Arey yaar, tera Malayalam thoda funny hai. All right, bro. I shall let Veerappa know this. Okay. Waiting to hear the happy news. Good luck. Thank you, my dear Hindikara. Your outgoing facility is temporarily Hello. എന്റെ സണ്ണി
സണ്ണിച്ചായ ഞാനിപ്പോ ചാവേ. അയ്യോ അയ്യോ, എന്നാ പറ്റി? എന്തിനാ മോളിക്കുട്ടി കരയുന്ന? ഞാൻ ലേബർ റൂമിലെ സണി. പെയിൻ തുടങ്ങി, ഒരു വേദനത ഇപ്പോഴങ്ങ് തീർന്നോണ്ടിരിക്കുക. ഞാൻ തളർന്നു പോയി. എനിക്ക് സണി ഇപ്പൊ കാണണം. അല്ല, അടുത്ത ആഴ്ച ഡേറ്റ് എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരുന്നത്? എന്നിട്ട് എന്തിനാ ഇപ്പൊ പെട്ടെന്ന്? അതൊന്നും എനിക്ക് അറിയത്തില്ല. വേദന തുടങ്ങിയപ്പോ സാബു എന്നെ ഇവിടെ ആക്കി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത വേദന വരുമെന്നാ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കുറെ വേദന വന്നിട്ടേ പ്രസവിക്കൂ. അതൊന്നുമല്ല. സണ്ണി ഇപ്പൊ എവിടെയാ? പെട്ടെന്ന് ഇങ്ങ് വാ. നോർമൽ ഡെലിവറി വേണ്ടാന്ന് നമ്മൾ ഡോക്ടറോട് പറഞ്ഞിരുന്നല്ലേ മോളിക്കുട്ടി? ഡോക്ടർ സണ്ണിക്ക് അറിയാവുന്നതല്ലേ. കോംപ്ലിക്കേഷൻ ഉണ്ടേലേ പുള്ളി കത്തി വെക്കുള്ളൂ. സംസാരിക്കാൻ എനിക്ക് വയ്യ. സണ്ണി വേഗം വരുന്നുണ്ടോ? ഞാൻ വെച്ചു. ഈ പെണ്ണിനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കട്ട് ചെയ്യും. ഹലോ ഹലോ ഡോക്ടർ. ഡോക്ടർ, ഞാൻ സണ്ണിയാണ്. സണ്ണി അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മോളിക്കുട്ടിയുടെ ഹസ്ബൻഡ്. ഹായ് സണ്ണി, ടെൽ മീ. ഡോക്ടർ, മോളിക്കുട്ടിക്ക് ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ള സ്ഥിതിക്ക് നോർമൽ ഡെലിവറി ആക്കണോ സിസേറിയൻ ആകുന്നതല്ലേ നല്ലത്? ഓ അത് ശരി. സണ്ണി എത്ര ഡെലിവറി എടുത്തിട്ടുണ്ട്? കഴിഞ്ഞ 25 കൊല്ലമായി 10 കുഞ്ഞുങ്ങളെല്ലാം ദിവസേന പറഞ്ഞു വീഴുന്ന എൻ്റെ കൈകളിലേക്കാണ്. സണ്ണി ഇപ്പൊ എവിടെയാ? ഞാൻ ബാംഗ്ലൂരിൽ. കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നില്ലേ? അതെന്നാ ചോദ്യമാണ് ഡോക്ടറെ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പുറപ്പെടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ടെൻഷൻ കണ്ടുപിടിച്ച ആളെ മോളിക്കുട്ടി എന്ന് അറിയാമല്ലോ. ആ, മോളിക്കുട്ടി ഒരു കാരണവശാലും പാനിക് ആക്കരുത്. മനസ്സ് ഡൗൺ ആക്കാതെ നോക്കണം. ഓക്കെ ഡോക്ടർ. ഹാവ് എ സേഫ് ജേർണി. താങ്ക് യു ഡോക്ടർ. ശരി സണ്ണി. ആ, താങ്ക് യു. ഹലോ ലക്ഷ്മി, സണ്ണി ഹിയർ. സർ. ബിസിയാണോ? അല്ല സർ, അല്ലല്ലേ സാറ് വിളിച്ച പിന്നെ എന്ത് ബിസി? ഞാൻ ക്യാബിലേക്ക് വരണോ? വരുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ ഉണ്ടാവില്ല. പിന്നെന്തിനാ ഞാൻ വരണേ? അപ്പുറത്തെ ക്യാബിലിരിക്കുന്ന ആ ഈന ബീച്ചെ കാണാനോ? തൽക്കാലം എൻ്റെ ഈ കുളിരൻ ശബ്ദം കേട്ട് തൃപ്തിപ്പെടേണ്ട ലക്ഷ്മി. എന്നാ പിന്നെ സാറ് വിളിച്ച കാര്യം പറഞ്ഞു. അതെ, ബില്ലടയ്ക്കാത്തതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഫോണിൻ്റെ ഔട്ട് ഗോയിങ് അവർ കട്ടാക്കി. ഓൺലൈനിൽ അത് അടയ്ക്കാൻ നോക്കിയപ്പോൾ നെറ്റ് ഭയങ്കര സ്ലോ ആയി. ലക്ഷ്മി വൈകിട്ട് പോകുമ്പോൾ ഔട്ട്ലെറ്റിൽ കയറി ഒന്ന് ആ ബില്ലടയ്ക്കാം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു യാത്ര പോകാനുള്ളതുകൊണ്ടാണ്. എങ്ങോട്ടാ സർ? അതൊക്കെ ഞാൻ പറയാം. വരുമ്പോൾ ഭയങ്കര സർപ്രൈസ് ന്യൂസ് പ്രതീക്ഷിച്ചോ? ആണോ? എന്നാ പിന്നെ ബില്ല് അടച്ചിട്ട് തന്നെ കാര്യം. എത്ര എമൗണ്ടാ സർ? ഒരു 700 സംതിങ് വരും. ക്യാഷ് ഞാൻ താഴെ റിസപ്ഷനിൽ കൊടുത്തേക്കാം. ലക്ഷ്മി അവിടെ നിന്ന് കളക്ട് ചെയ്തോ? സാറിന്റെ ഈ പേഴ്സണൽ നമ്പർ എനിക്ക് തന്നിട്ടില്ല. തന്നിട്ടില്ലേ? ഇതുവരെ തന്നിട്ടില്ലേ? ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചു വെക്കേണ്ട എൻ്റെ ലക്ഷ്മി കുട്ടി. ഇതിൽ വാട്സാപ്പ് ഉണ്ട് സർ? 24/7 അല്ലേ? നമ്പർ പിടിച്ചോ. ഒരപ്പനാവാൻ പോകുന്ന ദിവസമായതുകൊണ്ടാ നിന്റെ ദേഹർജി ഞാൻ ഒപ്പിട്ട്. കേട്ടടാ കരിവണ്ണ കൊണാപ്പ. എന്താണ് വീരപ്പ? എപ്പോ നോക്കിയാലും ഈ പിള്ളേരെ പോലെ ഫോണിൽ ഞെക്കിക്കൊണ്ട്. ഇതെന്താണ് നിന്റെ മയിൽവാഹനം പറക്കട്ടെ. സാറിനെ പോലുള്ളവർക്ക് പോകാൻ വേണ്ടിട്ടല്ലേ കമ്പനി ലാക്സ് ആൻഡ് ലാക്സ് കൊടുത്ത് ലക്ഷറി വണ്ടി എടുത്തിട്ടേക്കുന്നത്. ഇതിലൊക്കെ വെറുതെ എന്തിനാ? എന്നാലും നിന്റെ കൂടെ പോകുന്നതിൽ അത് എന്ത് ലക്ഷറിയാടാ എന്റെ വീരപ്പ? ഇടിക്കട്ടെ അവനെ. എന്താണ് ഇന്നല്ലാതെ വിട്ടടാ. വീണ്ടും നമ്മൾ എത്ര സമയം കൊണ്ട് കോഴിക്കോട് പിടിക്കോടാ?
സാധാരണ റണ്ണിങ് ടൈം 8.5 മണിക്കൂറാണ്. പിന്നെ സാറിന്റെ മാഡത്തിന്റെ ഇന്നത്തെ പ്രത്യേകത വെച്ച് ഒരു 7.5 മണിക്കൂർ കൊണ്ട് എത്തിക്കാം. അവിടെ മോളിക്കുട്ടിയെ നോക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട്. ചക്രം നിലത്ത് തൊടിയിച്ചിട്ടുള്ള കളി മതി കേട്ടോ. ആയിക്കോട്ടെ. ടാറ്റ 207 K03 MH7879 2 പേർ. And what is the fate of Lieutenant Kalia and his patrol? He is missing. Krishna, what happened to First Naga? Why did they return with such heavy casualties? Fine, sir. As per your orders, I am launching 2nd JAT and 18 grenadiers on Tololing and Dras. Sir, now I will ask the CO 2nd JAT to brief on his plan of attack. May I, sir? Please, Mahi. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ സൗഹൃദത്തിന്റെ അടിത്തറ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ നെയ്തെടുത്ത തന്ത്രത്തിന്റെ പ്രത്യാഘാതമാണ് നമ്മൾ കാർഗിൽ സെക്ടറിൽ അനുഭവിക്കുന്നത്. പാകിസ്ഥാൻ ജനറൽ ഡസൻ വാണ്ട് ദിസ് ഫ്രണ്ട്ഷിപ്പ് ടു ഹാപ്പൻ. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ അയാൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരുന്നത്. കാരണം ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ സല്യൂട്ട് ചെയ്യില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. That shows his hatred towards our country. That is not important. Sir, please. ഒരു വാർ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ശത്രുവിന്റെ ഉദ്ദേശം ശരിക്കും അറിഞ്ഞിരിക്കണം. ഈ യുദ്ധം കൊണ്ട് പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? That's a point I am coming to. തോളോളിംഗിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് NH-1D കൺട്രോൾ ചെയ്യാം. NH-1Dയിലൂടെയാണ് കാർഗിലിലേക്കും സിയാച്ചിനിലേക്കുമുള്ള ജനങ്ങൾക്കും ആർമിക്കും സപ്ലൈ കൊണ്ടുപോകുന്നത്. കൊല്ലത്തിൽ വരും 4 മാസമാണ് ഈ സപ്ലൈ നടക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. ഈ 4 മാസം പാകിസ്ഥാൻ NH-1D ബ്ലോക്ക് ചെയ്താൽ അടുത്ത വർഷത്തേക്കുള്ള സ്റ്റോക്കിംഗ് നടക്കില്ല. അങ്ങനെ വന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും. ആ സമയം പാകിസ്ഥാൻ കാർഗിലിന് പകരം കാശ്മീർ ചോദിക്കും. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് കാശ്മീരോ കാർഗിലോ നഷ്ടപ്പെടും. ഇത്രയും വലിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത പാക് മിലിറ്ററി ജനറൽ 8-10 മുജാഹിദിനുകളെ അയക്കില്ല. What enemy strength are you expecting, Mahi? I'll explain, sir. Sir, Batalik around 200 to 300, Tololing around 300 to 600, Dras 300 to 800, Tiger Hill 400 to 600, and around 600 in Mashko Valley. Sir, Pakistan Army ഉയരങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നു. So we have to mobilize a core level attack. We need RT and air support. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ലെഫ്റ്റനന്റ് കാലിയയും കൂട്ടരും പാക് ക്യാമ്പിൽ ക്യാപ്ചേർഡ് ആണ്. നമ്മൾ RTയും എയർഫോഴ്സും യൂസ് ചെയ്യുന്നത് കാലിയയുടെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമേ പറ്റൂ. Our first priority should be to capture Tololing. Good. Attack will start from tonight onwards, sir. If you are clear, can I leave now, sir? Mahi, well done. Remember, you are the commanding officer. If anything happens to you, the morale of the troops will go down. You are a colonel now. Behave like one, not like a major. Sir, കാശ്മീരിന് വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന 4ാമത്തെ യുദ്ധമാണിത്. സ്വന്തം പട്ടാളത്തെയും കൂലിക്കെടുത്തവരെയും നമ്മുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറാൻ വിട്ടിട്ട് ചൈനയിലേക്ക് ഫ്ലൈറ്റ് കയറിയ പാകിസ്ഥാൻ ജനറലിന്റെ ഉദ്ദേശം വേറെന്തോ കൂടിയാണ്. Right. റാങ്ക് കൊണ്ട് കേണലാണെങ്കിലും ഐ എം എ ഹാർഡ് കോർ സോൾജർ, സർ. I will do anything for my country. Good day, sir. Good day, Mahi. All the best. Rascal, he will not change. എടി ഞാൻ തന്നെ. പിന്നെ നീ അലിനോട് പറഞ്ഞിട്ടേ ആ സിമ്മന്റ് ഇരുന്ന് കട്ട് ചെയ്യാവാതെ മാക്സിമം മാച്ചിന് മരം നിർത്താൻ നോക്കാം. ബാക്കിയൊക്കെ നീ നോക്കി നിർത്തിക്കോ. അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇവിടെ കുറച്ച് ആൾക്കാർ വീണ്ടും വിളിക്കാൻ കാത്തിരിക്കുക. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. मैं सब संभालूं. ജയൻ സാർ. ജയൻ സാർ. എല്ലാവരും വിളിച്ചു കഴിഞ്ഞോ? രാമറാം സാബ്. രാമറാം. ഹലോ. ഫസിയാണമ്മ. മോനെ, അസ്സലാം വലൈക്കും. വലൈക്കും സലാം. മോനെ, യുദ്ധം തുടങ്ങിയോ? 10-20 കൊല്ലമായില്ലേ പട്ടാളത്തിൽ വന്നിട്ട്. ഇപ്പോഴാണ് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്. മോനെ, സൂക്ഷിക്കണേ. നിങ്ങളിങ്ങനെ ബേജാറാകണ്ടിരിക്കുമ്മ.
ഒന്നുമില്ലെങ്കിൽ നാലാളോട് സന്തോഷത്തോടെ പറഞ്ഞൂടെ എന്റെ മോൻ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന്. മോനെ വിളിക്കണേ. ഇനി വിളിക്കലൊന്നും നടക്കലുമ്മ. ഉമ്മ ഇവിടെ ഫോൺ ചെയ്യാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണം. ഉമ്മ ദ്വാരക്കണേ. പടച്ചോനെ എന്റെ മോനെ കാക്കണേ. പടച്ചോനെ എന്റെ നാടിനെ കാക്കണെന്ന് പറ ഉമ്മ. തവക്കൽത്തു അല്ലല്ല. ആ ശരി ഉമ്മ വെക്കട്ടെ. ठीक है പടച്ചോനെ. जैन साहब. नमस्ते साहब. राम राम. राम राम. ഹലോ ലക്ഷ്മി, ഞാനാ. ഓ എന്താണാവോ? ഒന്നുമില്ല, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ച. യു വോണ്ട് ഓൺലി മൈ വോയിസ്. കേട്ടില്ലേ? ഇനി എന്താ വേണ്ടത്? യു ടെൽ മീ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നോ അതോ? എന്റെ കുഴപ്പം മാത്രമാണോ? ആർമിയിൽ ഒരു ക്യാപ്റ്റനെ നീ തന്നെ ഇത് പറയരുത്. ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു റിസൈൻ ആൻഡ് ജോയിൻ മീ. ആർമിയിൽ ജോയിൻ ചെയ്ത് രാജിവെക്കാനാണോ? ഞാനും ഈ യൂണിഫോം ഇട്ടത് നോട്ട് ടു റിസൈൻ. ലക്ഷ്മി ഇട്ടേക്ക്. നിന്റെ ചെറിയ ഈഗോ ആണത്. Not only my ego, it's typical male chauvinism. Okay, leave me. Bye. ഹളിയോ, വലത് കയ്യിൽ വാച്ച് കിട്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ ചോട്ടൂന് ട്രിഗർ വലിക്കുമ്പോൾ സമയം നോക്കാൻ പറ്റും. കൂലിവേലക്കാരനായ അച്ഛൻ വളരെ ആഗ്രഹിച്ച് ഒരേ ഒരു മകനായ ബിനീഷ് കുപ്ലേരിക്ക് 10ാം ക്ലാസ് പാസ്സായതിന് 5ാം പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തതാണ് ഈ കാണുന്ന കിടിലം വാച്ച്. അതങ്ങേര് വലത് കൈത്തന്നെ കെട്ടിയും കൊടുത്തു. എല്ലാം അറിയാവുന്ന നീയും ഇവരുടെ കൂടെ ചേർന്ന് കളിയാക്കിക്കോ. പക്ഷെ എൻ്റെ അച്ഛൻ്റെ സ്നേഹം നിനക്കൊന്നും അറിയില്ലടാ. പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടി വരുമ്പോൾ ചെലവിന് തരാൻ പോലും എൻ്റെ അച്ഛൻ്റെ കാശില്ലായിരുന്നു. സ്വന്തം രക്തം വിറ്റിട്ടാ എൻ്റെ അച്ഛൻ എന്നെ യാത്രയാക്കിയത്. പാവം, ആദ്യത്തെ ശമ്പളം വാങ്ങിക്കാൻ പോലും എൻ്റെ അച്ഛന് യോഗമില്ലായിരുന്നു. പാവം മരിച്ചു പോയടാ. സ്വാമിനാഥൻ മാപ്പ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുക. ടൈഗർ ഹില്ലും തോളരിക്കൊക്കെ കീഴടക്കാൻ കവറിംഗ് പൊസിഷനിൽ ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും ഉണ്ടായി. ഇത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള മാപ്പൊന്നുമല്ല. ഇത് സ്വാമിയേട്ടന്റെ വീടിന്റെ പ്ലാനാ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു വീടുണ്ടാക്കുന്നതിന്റെ സുഖം. 5 ചാക്ക് സിമന്റ് കൂടെ ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ട് തീരും. യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പട്ടാളക്കാർക്കുള്ള ചാപ്പാട് എല്ലാവരുടെയും റേഷൻ. ഇന്ന് തൊട്ട് എനിക്ക് റെസ്റ്റാണ്. യുദ്ധം തുടങ്ങിയല്ലോ. നിങ്ങളുടെ ചാപ്പാടിന് ഇതാണ് കപ്പലണ്ടിയും ശർക്കരയും. പിന്നെ സൂക്ഷിച്ചും കണ്ടും കഴിച്ചോണം. ഈ പൊതി 2 ദിവസത്തേക്കുള്ളതാണ്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. കാരണം ഞങ്ങളൊക്കെ പെട്ടിയിലായി വരുമ്പോഴേ വായ്ക്കരിയിടാൻ നാക്ക് വളച്ചാറാൻ പറ്റുന്നൊന്നും പറയാതടാ ഈ നേരത്തെങ്കിലും. നീയൊക്കെ ലീവിന് പോകുമ്പോ പെട്ടി പേക്ക് ചെയ്യാൻ ഞാനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തന്ന എന്നോട് തന്നെ പറയണം. വായ്ക്കരിയിടാൻ. सीओ साहब सबको ब्रीफ के लिए बुला रहे हैं. मेरे वीर जवानों, आज मैं तुम लोगों के सामने कुछ मांगने नहीं आया, ना कुछ कहने आया. പക്ഷേ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. I as a commanding officer, ये मेरा फर्ज बनता है. ശത്രുക്കൾ നുഴഞ്ഞു കയറി നമ്മളുടെ പിക്കറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. We got to get it back fast. वापस लेना है. അവർ ഇരിക്കുന്ന ഉയരങ്ങളിലേക്ക് കയറിപ്പറ്റാൻ നമ്മളിൽ പലരും ജീവൻ കൊടുക്കേണ്ടി വരും. मैं ऐसा कोई हुक्म नहीं दूंगा जो मैं पालन नहीं कर सकता हूं. നിങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാവും. എനിക്കൊറ്റയ്ക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. मेरा बटालियन जीतेगा. തോലോലിംഗ് പിടിച്ചെടുക്കുന്നത് വരെ നിൽക്കരുത്. കൂടെയുള്ളവർ മരിച്ചു വീഴും. അടുത്തിരുന്ന് കരഞ്ഞ് സമയം കളയരുത്. Save each drop of tears to fight. രാജ്യം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസം തകർക്കരുത്. സ്വന്തവും ബന്ധവും മറന്ന് एक ही विचार से आगे बढ़ना है. मेरा देश खतरे में है. बस और कुछ नहीं. बोलो जय श्री रामचंद्र की जय. वसी साहब सब तैयार है? तैयार है साहब. तो बोलो तकबीर है नारा. अल्लाहू अकबर. क्या नाम है तेरा? रज़ाक. पाकिस्तान में क्या कर रहा है? ये पाकिस्तान नहीं है, हिंदुस्तान है. एक मुसलमान होते हुए हिंदुस्तानी बोलने में शर्म नहीं आती? बोल.
मैं पाकिस्तानी हूँ। मैं मुसलमान जरूर हूँ मगर मैं हिंदुस्तानी हूँ। ബിനേഷ് സാർ വാട്ട് ഈസ് ദിസ്? സാർ നോ യുദ്ധത്തിൽ ഒരുപക്ഷെ ഇതെല്ലാം തകർന്നു പോയേക്കാം. ബട്ട് ആസ് എ സോൾജിയർ യു ആർ നോട്ട് സപ്പോസ് ടു ടച്ച് എനിത്തിങ്. സാർ ഇത് എനിക്കല്ല. കൊണ്ടുപോയി കൊടുക്കുക. സാർ